മത്തായിയുടെ സുവിശേഷത്തിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ദേശീയപാതയുടെ ക്രെഡിറ്റിന്റെ കാര്യത്തിൽ പിണറായിക്കുള്ളത് പിണറായിക്കും മോദിക്കുള്ളത് മോദിക്കും ഉണ്ട്. അപ്പം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ദേശീയപാതയിൽ വലിയ തോതിൽ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു. അത് നിർമ്മാണ തകരാറാണോ, അശാസ്ത്രീയ നിർമ്മാണമാണോ, കേരളത്തിന്റെ സവിശേഷമായ പരിസ്ഥിതി കണക്കിലെടുക്കാതെയുള്ള നിർമ്മാണമാണോ എന്നുള്ളതാണ് കാതലായ പ്രശ്നം. ഇപ്പോൾ നമ്മൾ അടുത്ത വർഷം ഇതേ സമയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു പുതിയ സർക്കാരായിരിക്കും. അടുത്ത വർഷം മാർച്ചിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ദേശീയപാതയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഈ ക്രെഡിറ്റിന്റെയും അതുപോലെ തന്നെ തർക്കത്തിന്റെയും ഒക്കെ ഇന്റൻസിറ്റി മനസ്സിലാവും. അതിനപ്പുറത്ത് ഈ കേരള സ്പെസിഫിക്കായി ഉള്ള പാരിസ്ഥിതികമായ വിഷയങ്ങൾ പരിഗണിക്കാതെ മറ്റെല്ലായിടത്തും എന്നതുപോലെ ഒരു നിർമ്മാണ പ്രവർത്തനമാണോ NHAI നടത്തിയത്? കൃത്യമായ പരിസ്ഥിതി പഠനം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആംഗിളുകളും പരിശോധിച്ചിരുന്നോ എന്നുള്ളത് പ്രശ്നമാണ്. ഇപ്പൊ ഈ പറഞ്ഞ 250 മീറ്ററിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടായി എന്ന് കരുതി ഇനി ബാക്കിയുള്ളിടത്ത് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അഭിലാഷ്, അതിനകത്ത് അങ്ങ് പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ്. ഇവിടെ ഇപ്പോൾ ശ്രീ അലി അക്ബർ പറഞ്ഞതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുറച്ച് യാത്രാപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. റോഡ് ഇടിഞ്ഞു വീണിട്ടുണ്ട്, അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്, ആൾക്കാരുടെ ജീവനെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിന് തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ചില വിഷയങ്ങളിൽ രാഷ്ട്രീയം പറയാതെ പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ട്. ഒരു ചാനലിൽ ചർച്ചയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾ നമ്മളെക്കുറിച്ച് എന്ത് കരുതും എന്നുകൂടി ആലോചിച്ച് സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഈ വിഷയത്തിൽ പറയേണ്ടി വരുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുവാൻ ഞാൻ നിർബന്ധിതനാകുകയാണ്. ശ്രീ വിജിന് പറയുന്നത് പോലെ തന്നെ കേരള ഗവൺമെൻറ് 25% ബിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങ് ആവർത്തിച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ പൊളിഞ്ഞു പോയിട്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു നുണയുണ്ട്. കേരളം മാത്രം, കേരളം മാത്രം, കേരളം മാത്രം. സാർ, വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഈ പറയുന്ന ഹൈവേ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കിട്ടും. ഏറ്റവും മുമ്പിൽ തന്നെ വരുന്ന 2 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഹരിയാനയും ഉത്തർപ്രദേശുമാണ്. കേരളം 5548 കോടി കൊടുക്കുന്നുണ്ടെങ്കിൽ NH66 പൻവേലിൽ നിന്നാണ് ആരംഭിക്കുന്നത്, അവസാനിക്കുന്നത് കന്യാകുമാരിയിലുമാണ്. ഈ പൻവേൽ മുതൽ കന്യാകുമാരി വരെ കേരളമല്ലാത്ത ഏത് സംസ്ഥാനമാണ് ലാൻഡ് അക്വിസിഷന് 25% ചെലവാക്കിയിട്ടുള്ളത്? അഭിലാഷേ, ഞാൻ അതിലേക്ക് ടോട്ടലി അതിലേക്ക് തന്നെ വരാം. ഞാനത് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇവിടെ നിന്ന് പോവില്ല. ഒന്ന്, ഹരിയാന 3114 കോടി രൂപ NH അതോറിറ്റിക്ക് വേണ്ടി, അല്ല ഈ പറയുന്ന NHന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് 2301 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള കർണാടകത്തിൽ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും GSTക്കകത്ത് അവർ ഇളവ് കൊടുത്തിട്ടുണ്ട്. നിതിൻ ഗഡ്കരി മറ്റൊരു റോഡിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞപ്പോൾ ആ പൈസ ഞങ്ങൾ ബിയർ ചെയ്തോളാം, പക്ഷേ GST കേരളം ക്യാൻസൽ ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. പല സംസ്ഥാന സർക്കാരുകളും അതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് ആണെന്നുണ്ടെങ്കിൽ ധൊലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി 685.97 ഹെക്ടർ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല സംസ്ഥാനങ്ങളും ആ തലത്തിൽ, ഇപ്പോൾ പണമായിട്ടല്ല എന്നുണ്ടെങ്കിൽ സ്ഥലം കൊടുത്തും ആ തലത്തിലൊക്കെയും ഈ പറയുന്ന ഹൈവേ നിർമ്മാണവുമായിട്ട് സഹകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളം 5500 കോടി രൂപ കൊടുത്തതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളും പല തരത്തിൽ ഇതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, ഈ പറയുന്ന അവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ. അപ്പോൾ ഞങ്ങൾ മാത്രം കേരളം അത് ചെയ്തു, നല്ല കാര്യമാണ്, അല്ല എന്ന് പറഞ്ഞില്ലല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയനും സംസ്ഥാന സർക്കാരിന് എടുക്കാവുന്നതാണ്. അത് ഒരു ഭാഗത്ത് നിന്നോട്ടെ. നമ്മളിവിടെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടി വരുന്ന വിഷയം എന്താണ്? വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നമ്മൾ 600 കിലോമീറ്റർ സ്ട്രെച്ച് ഒരു റോഡ് കേരളത്തിൽ പണിയാണ്. ആ പണിയുന്ന റോഡിനകത്ത് 200 മീറ്ററിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രശ്നം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം 200 മീറ്ററിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നാൽ ശരിത്തിലും തന്നെയാണ് ഒരുപാട് ആൾക്കാരുടെ ജീവനെയും സ്വത്തിനെയും ഒക്കെ ബാധിക്കുവാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് ആർക്കും അവിടെ പണിഞ്ഞിരിക്കുന്ന കമ്പനിയുടെ ക്രെഡിബിലിറ്റിക്ക് ആർക്കും തന്നെ സംശയം ഉണ്ടാകില്ല. ഇത്രയും നേരം ഞാൻ നോക്കുകയാണ്, ഈ മുഴുവൻ പ്രതിനിധികളും സംസാരിച്ച് വരുമ്പോഴും ആർക്കും തന്നെ ആ പർട്ടിക്കുലർ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചിട്ട് സംശയമില്ല. പകരം എന്താണ്, അവരുടെ അസസ്മെൻറ്റ് തെറ്റിപ്പോയിട്ടുണ്ടാകാം, അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും തെറ്റ് അതിൻ്റെ അകത്തുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ പ്രാദേശികമായിട്ട് ശ്രീ അലി അക്ബർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടതെന്ന്. പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ അത് അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാകാം ഇത് മതി എന്നുള്ളതായിരിക്കും അവരുടെ ധാരണ. പിന്നെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ എല്ലായിടത്തും
എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ടെന്ന്. ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ ബുദ്ധിമുട്ടില്ലേ? ഇപ്പം നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തിരിക്കുന്നതാണ് ഈഞ്ചക്കൽ. ആ ഈഞ്ചക്കൽ എന്ന് പറയുന്ന ഒരു സെക്ടർ നമുക്ക് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ 3 മണിക്കൂർ ഒരു ദിവസം കാത്തു നിന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്ത് എത്രയോ വർഷങ്ങളായിട്ടാണ് അവിടെ കാത്തു നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം എന്താണ്? അവിടെ പ്രാദേശികമായിട്ട് ഈ പറയുന്നത് പോലെ തന്നെ പ്രാദേശികമായിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അവിടുത്തെ ഹൈവേ ഒഴിവാക്കിയിട്ട് അത് പ്ലെയിൻ ആയിട്ട് റോഡായിട്ട് പണിഞ്ഞു പോയത്. എന്നിട്ട് അവസാനം എന്ത് പറ്റി? അവിടെ കഴിഞ്ഞ 2 വർഷം ഞങ്ങൾ അനുഭവിച്ചത് ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല. അവസാനം ഇപ്പോൾ ഒന്നേന്ന് അവിടെ ഹൈവേ പണിയേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന റോഡ് പോകുന്ന ഭാഗങ്ങളിൽ എല്ലായിടത്തും തന്നെ ഞങ്ങൾക്ക് അണ്ടർ വെഹിക്കിൾ പാസ് വേണം, അല്ല ബൈപ്പാസ് മുകളിലൂടെയുള്ള പാലമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും കെട്ടുകണക്കിന് പരാതി NHAയുടെ ഭാഗത്തുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന പള്ളിപ്പുറം ഭാഗത്തുള്ള തിരുവനന്തപുരത്ത് പള്ളിപ്പുറം ഭാഗത്തുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് NHO ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കണക്കിനാണ് അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ അവർ അതിൻ്റെ കൂട്ടത്തിലായിരിക്കും അവർ ഇതിനെയും കണ്ടുപോയിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സെക്യൂരിറ്റി ഇഷ്യൂ കൂടി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ കുറച്ചുകൂടി സീരിയസ്നെസ്സോടുകൂടി അതിനെ കാണേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് 2 അഭിപ്രായമില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്. കുറച്ചുകൂടി റിപ്പോർട്ടുകൾ വരട്ടെ, എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം കുറച്ചുകൂടി മനസ്സിലാക്കുന്നതിനനുസരിച്ചിട്ട് അതിന് തീർച്ചയായിട്ടും അല്ല, ഇപ്പം നിതിൻ ഗഡ്കരി തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം നിഷേധാത്മകമായ സമീപനമൊന്നുമല്ല അതിനോട് എടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഴ്ച എന്താണെന്നുള്ള കാര്യം പരിഹരിക്കും, ആ വീഴ്ച എന്താണെന്നുള്ള കാര്യം പരിശോധിക്കും, കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും. ഇതിന് എന്താണോ പരിഹാരം കാണേണ്ടത് ആ പരിഹാരം കാണുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ ഇന്ന് ഒളിച്ചോടുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. ശരി.